ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. 4 ബ്രെഡ് എടുക്കുക. ഇത് നമുക്ക് കുക്ക് ചെയ്യുകയോ ബേക്ക് ചെയ്യുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ഈ കേക്ക് ബ്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കേക്കാണ്. അതിന് ഞാൻ ആദ്യമായിട്ട് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിലെടുക്കുകയാണ്. 4 ബ്രെഡ് ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് 4 ബ്രെഡ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ഒറിയോയുടെ ബിസ്ക്കറ്റാണ്. ഒരു 8 എണ്ണം ഉണ്ടാവും. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. ഒറിയോയുടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തും സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഇതാ നമ്മൾ ഒറിയോയുടെ ബിസ്ക്കറ്റും എടുത്തിട്ട് അതിൽ ക്രീമും ബിസ്ക്കറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ക്രീം നമുക്ക് പിന്നീട് ടോപ്പിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു കേക്കൊക്കെ തിന്നാൻ പെട്ടെന്നൊരു കൊതി തോന്നുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. സൂപ്പറായി നല്ല കാണാനും ഭംഗിയാണ്. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കും. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതാ ഞാൻ മിക്സിയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ക്രീം മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിടുകയാണ്. വളരെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അധികം കുക്ക് ചെയ്യേണ്ട. എല്ലാവർക്കും കുക്ക് ചെയ്യാനൊക്കെ മടിയാണെങ്കിൽ ബേക്ക് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൗഡേർഡ് ആയിട്ടിരിക്കുന്നത് നമുക്കൊന്ന് ഒരു കേക്കിൻ്റെ ബാറ്ററല്ലേ അതുപോലെ ആക്കിയെടുക്കണം. അതിനനുസരിച്ച് ഞാൻ 3 ടേബിൾ സ്പൂൺ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നിങ്ങൾ പാലിൻ്റെ അളവ് ഞാൻ പറയണില്ല. അത് ജസ്റ്റ് ആ കേക്കിൻ്റെ ബാറ്റർ കിട്ടുന്ന ആ ഒരു ലെവൽ വരെ പാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. ഒരുപാട് കൂടിപ്പോയാലും കുറച്ചുകൂടെ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ടിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ കിട്ടണം. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഓരോരോ ബ്രെഡായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നേരത്തെ പഞ്ചസാരയും പാലും കൂടെ മാറ്റി വെച്ചത് ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ കേക്ക് കഴിക്കുമ്പം ഈ കട്ടിയായിട്ടിരിക്കുക, അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് അബ്സോർബ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കേക്ക് നല്ല പഞ്ഞി പോലെ ഇരിക്കും. ബ്രെഡ് കുറച്ച് ഹാർഡല്ലേ, അപ്പം നമ്മളൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പാലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒറിയോയുടെ ബിസ്ക്കറ്റ് പൊടിച്ചത് പാലുമായിട്ട് ചെയ്തതില്ലേ, അത് നമ്മൾ ജസ്റ്റ് ക്രീം പോലെ ഓരോ ബ്രെഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒറിയോയുടെ ബിസ്ക്കറ്റാണ്. എല്ലാവർക്കും ചോക്ലേറ്റ് യൂസ് ചെയ്യാം, ക്രീം ചീസ് യൂസ് ചെയ്യാം. ഇതൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് പൈസ ചിലവില്ല. ഇപ്പോൾ ഒറിയോയുടെ ബിസ്ക്കറ്റിനൊക്കെ 20 റുപ്പീസൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമല്ലേ ഒറിയോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് ബട്ടറൂടൊക്കെ ആഡ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ 3ാമത്തെ ബ്രെഡിൻ്റെ സ്ലൈസസ് കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ ലാസ്റ്റ് വരുന്ന പീസ് ആ ചോക്ലേറ്റ് പോലത്തെ ആ സെയിം സംഭവം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ കുക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ഇത്രയും ടൈം എടുക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. ഞാനങ്ങനെ ഓരോന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റിലത്തെ ബ്രെഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക.
ശരിക്കും ഒറിയോയുടെ ബിസ്ക്കറ്റിന് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇത് ബ്രെഡിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ജാം പോലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ഒറിയോയുടെ ബിസ്ക്കറ്റിൻ്റെ പേസ്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വിപ്പിംഗ് ക്രീമിൽ കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാ ഞാൻ എല്ലാ സൈഡിലും എല്ലായിടും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കണം. അതോടെ കഴിയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലിരുന്ന ക്രീമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാ കഴിഞ്ഞു. ഇനി അതിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒറിയോയുടെ ബിസ്ക്കറ്റിനുള്ളിലുള്ള ക്രീം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്രീം നല്ല മെൽറ്റായിട്ട് നല്ലൊരു കേക്കിൻ്റെ ബാറ്റർ പോലെ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന ആ സെയിം ടെക്സ്ചറിൽ തന്നെ അത് നന്നായിട്ടൊന്ന് ആ ഒരു ഇതിൽ വരുന്നത് വരെ ജസ്റ്റ് നമ്മളൊന്ന് ചെയ്താൽ നമ്മൾ ഇതുപോലെ ഇരിക്കണം. ഇങ്ങനെ ജസ്റ്റ് ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മളൊരു പേപ്പർ ബാഗിലോട്ട് മാറ്റി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് ജസ്റ്റ് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ക്രോസ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാൻ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈൻ പോലെ വരച്ചു കൊടുക്കാൻ. ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന കേക്കിലും ഭയങ്കര ഡെക്കറേഷനൊക്കെ കാണില്ല. അത് കാരണം അവരിത് കാണുമ്പം കഴിച്ചോളും. നല്ലതുമാണല്ലോ. വെളിയിൽ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത സംഭവമായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഹാപ്പി ആവുകയും ചെയ്യും. അങ്ങനെ ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് ഞാൻ അതിൽ വേറൊരു ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് അത് മുഴുവനായിട്ട് റെഡിലാക്കാനാണ് എൻ്റെ പ്ലാന്. റെഡ് കളറിൽ റെഡും ബ്ലാക്കും കൂടി ഇരിക്കുമ്പോൾ നല്ല കോമ്പിനേഷനല്ല. അപ്പം നമ്മൾ റെഡ് കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെയിം ക്രീമിൻ്റെ ഇതിൽ ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. വളരെ സിമ്പിളല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പം ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസൊക്കെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ക്വിക്കായിട്ടുള്ള റെസിപ്പീസിനൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ കേക്ക് റെഡി ആയിട്ടിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.